പാലംപൂർ ഗ്രാമത്തിൽ ഗണേശ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടായിരുന്നു. അയാളുടെ കുടുംബത്തിൽ ഭാര്യ മാധുരിയും 7 വയസ്സുള്ള മോനുവും 6 വയസ്സുള്ള പിങ്കിയും ഉണ്ടായിരുന്നു. ഗണേശ് ഒരു കൃഷിക്കാരനായിരുന്നു. അവന് പച്ചപ്പട്ടാണിയുടെ കൃഷിയുണ്ടായിരുന്നു. അവനത് വിറ്റാണ് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അവന് നല്ല വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും കുടുംബം നന്നായിട്ട് തന്നെ അവൻ പോറ്റിയിരുന്നു. അങ്ങനെ ഒരു ദിവസം, അച്ഛാ, എന്റെ സ്കൂൾ ബാഗ് കീറിയിരിക്കുക. അമ്മ തയ്ച്ചെങ്കിലും അത് വീണ്ടും കീറി. അത് ചേട്ടന്റെ ബാഗല്ലായിരുന്നോ? ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അച്ഛ, എനിക്ക് പുതിയ ബാഗ് വാങ്ങിച്ചു താ. സ്കൂളിൽ എല്ലാരും എന്നെ കളിയാക്കുന്നു അച്ഛാ. എന്റെ മോൾക്ക് ഇപ്പൊ പുതിയൊരു ബാഗ് വേണം, ശരിയല്ലേ? ഈ പ്രാവശ്യത്തെ കൊയ്ത്ത് നന്നായിരുന്നാല് എന്റെ മോൾക്ക് ഞാൻ പുതിയ ബാഗ് വാങ്ങി തരും. എന്റെ മോള് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം കേട്ടോ. നമ്മുടെ കുടുംബത്തിന്റെ പേര് നീ വേണം കാത്തുരക്ഷിക്കാൻ. അച്ഛാ, അവക്ക് പുതിയ ബാഗ്. എൻ്റെ ബാഗിൻ്റെ കാര്യം എന്തായി? ഒന്ന് പോടാ അവിടുന്ന്. അവളെ പഠിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയാ ബാഗ് ചോദിച്ചത്, അല്ലാതെ നിന്നെപ്പോലെ കാശ് കളയാൻ വേണ്ടിയുള്ള കാര്യത്തിനല്ല. നിന്നെക്കാളും ചെറുതാണെങ്കിലേ അവക്ക് നല്ല ബുദ്ധിയുണ്ട് പഠിക്കാനായിട്ട് കേട്ടോ. നിങ്ങളങ്ങ് മിണ്ടാതിരിക്കുന്ന, അവരെപ്പോഴും ഇങ്ങനെ തന്നെയാ. നിങ്ങൾ പെട്ടെന്ന് സ്കൂളിൽ കൊണ്ടാക്കാൻ നോക്ക്. മഴ പെയ്യാനേ സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിൽ കൊട പോലും ഇല്ല. ആഹാ, പിള്ളേരെ വേഗം വന്നാ പോകാം നമുക്ക്. അതേമാതിരി ഞാൻ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് നേരെ കൃഷി സ്ഥലത്ത് പോകും കേട്ടോ. അത് നീ പെട്ടെന്ന് പണിയെല്ലാം തീർത്തിച്ച് നേരെ അങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടോ. ഈ പ്രാവശ്യം നമുക്ക് പച്ചപ്പട്ടാണി നല്ല വിളവുണ്ട്. ദൈവം അനുഗ്രഹിച്ച നമ്മൾ ഈ പ്രാവശ്യം നല്ല കൊടയും ബാഗും ഒക്കെ വാങ്ങും കേട്ടോ മക്കളെ. അച്ഛാപ്പ, എനിക്കുള്ള ബാഗോ? നീ ഒരിക്കലും നന്നാവത്തില്ലടാ. ഗണേശ് രണ്ടുപേരെ സ്കൂളിലാക്കിയിട്ട് കൃഷിയിടത്തേക്ക് പോകും. കുറച്ചേരം കഴിഞ്ഞ് മാധുരിയും ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ കൃഷി സ്ഥലത്തെത്തും. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യാനും തുടങ്ങി. രണ്ടുപേരും കൃഷിഭൂമിയിൽ നന്നായി ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം, അതേ മാതിരി നമ്മുടെ പച്ചപ്പട്ടാണിയൊക്കെ നല്ലപോലെ വിളഞ്ഞിട്ടുണ്ട്. നാളെ നമുക്കിതിന്റെ വിളവെല്ലാം എടുത്താലോ? ആ ശരിന്നേ, ബാ നമുക്ക് വീട്ടിൽ പോവാം. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി അവര് വീടിന്റെ ഉടമസ്ഥനായ ഘനശ്യാമിനെ കാണും. അരുത് ഗണേശോ, നീ എന്താ മുങ്ങി നടക്കുവാണോ? മറന്നോ അതോ ഓർമ്മിപ്പിക്കണോ? ഈ മാസത്തെ വാടക ഇതുവരെ കിട്ടിയില്ല. മുതലാളി, എനിക്ക് കുറച്ച് ദിവസത്തെ അവധി തരണം കേട്ടോ. എത്രയും പെട്ടെന്ന് ഞാൻ പൈസ തരാം. അത് നീ തന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിന്നെ നിന്റെ കുടുംബത്തിനെ ഞാൻ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് ഇറക്കി വിടും. അയ്യോ, അങ്ങനെ പറയല്ലേ മുതലാളി, കുറച്ച് ദിവസം തന്നാ മതി. എടി റാണി, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം സമയം തന്നിട്ടുണ്ട് കേട്ടോ. ഇത് പറഞ്ഞ് ഘനശ്യാം അവിടെ നിന്ന് പോയി. മാധുരിയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലെ എല്ലാരും അവളെ ഒരു നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് ചെരുപ്പൂരി അവന്റെ മുട്ടത്തലക്ക് ഒരെണ്ണം കൊടുക്കാൻ തോന്നിപ്പോയി. അവനൊരു മര്യാദയില്ലാത്തവനാ. പെണ്ണിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല അവന്. അതങ്ങ് വിട്ടുകള, അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാലോ. രണ്ടുപേരും വീട്ടിലേക്ക് പോയി. രാത്രിയായപ്പോൾ അവര് ഭക്ഷണം കഴിച്ച് തറയിൽ പാവിരിച്ച് കിടന്നുറങ്ങി. ഇനി ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്. പക്ഷെ തലയെഴുത്ത് വേറെ ഒന്ന് തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ രാത്രിയായപ്പോ ഇടിമിന്നലോടെ മഴ പെയ്യാൻ തുടങ്ങി. ഗ്രാമത്തിൽ തോരാത്ത മഴ തന്നെയായിരുന്നു അത്. ആ മഴയിൽ അവരുടെ പച്ചപ്പട്ടാണിയെല്ലാം നശിച്ചുപോയി. മഴ തോർന്നു കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ അവര് രണ്ടുപേരും പോയി നോക്കിയപ്പോ എല്ലാം പോയിരുന്നു. ഗണേശ് ഈ അവസ്ഥ കണ്ട് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ദൈവമേ, എല്ലാം പോയല്ലോ. എന്തിനാണോ പാവപ്പെട്ടവരുടെ ജീവിതം ദൈവം ഇങ്ങനെ നരകമാക്കുന്നത്? എന്റെ മക്കളുടെ ആഗ്രഹം ഞാനിനി എങ്ങനെ സാധിച്ചു കൊടുക്കൂ? മാധുരി വലിയ ധൈര്യശാലിയായിരുന്നു. അവള് ഗണേശിന് ധൈര്യം കൊടുത്തു. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു. നോക്ക്, കാലാവസ്ഥയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. നമ്മുടെ തലയെഴുത്ത് എന്താണോ അതല്ലേ നടക്കൂ. നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കെ. ഇതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമല്ലേ? ദൈവം എന്തായാലും നല്ലത് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ നടന്നത്. ഗണേശിന്റെ കൃഷി നഷ്ടപ്പെട്ടതിൽ ഗണേശിന് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. അപ്പോഴേക്കും ഘനശ്യാം ഗുണ്ടകളെ കൂട്ടി അവരുടെ വീട്ടിലേക്ക് വന്നു. നിന്റെ കൃഷിയെല്ലാം പോയില്ലടാ. ഇവിടെ തിന്നാനെങ്കിലും എന്തെങ്കിലും ഉണ്ടോടാ നിനക്ക്? ഇനി നീ എന്റെ വാടക എവിടുന്ന് തരൂടാ? ഒട്ടും സമയം കളയാതെ എല്ലാവരും ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. മുതലാളി, അങ്ങനെ ചെയ്യല്ലേ, അല്ലെങ്കിലേ ഞങ്ങൾ ദുഃഖത്തിലാണിപ്പോ. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. ഈ അവസ്ഥയിൽ ഞാൻ ഈ ഭാര്യയും പിള്ളേരും കൊണ്ട് എങ്ങോട്ട് പോവാനാ? നീ എവിടെയെങ്കിലും പോടാ, എനിക്കെന്താ അതിന്? ആ പിന്നെ റാണി, നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ കേട്ടോ. സത്യമായിട്ടും ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം. ഇനി നീ എന്റെ മുമ്പിൽ ഈ കാര്യം പറഞ്ഞു വന്നാൽ ചെരുപ്പൂരിങ്ങ നിന്റെ മൊട്ടത്തലയ്ക്ക് ഒരെണ്ണം തരും. മര്യാദക്ക് നിന്നോണം കിളവാ. നീ എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറക്കുന്നേ? ഞങ്ങളും അവനെ പോയി തരാം. അമ്മ, ഈ മുളക് പൊടി അവന്റെ കണ്ണിലേക്ക് എറിയമ്മ. വന്നിരിക്കുന്നു പന്ന കിളവൻ. എടാ പന്ന ചെറുക്കാ. ഡേയ്, എന്റെ പിള്ളേരെ അങ്ങനെ തൊട്ടാലുണ്ടല്ലോ. നിന്റെ ആ 2 കൈയുണ്ടല്ലോ, ഒരെണ്ണം നേരെ പോയി കന്യാകുമാരിയിലും ഒരെണ്ണം പോയി കാശ്മീരിലും കിടക്കും. മാധുരി അവളുടെ ഭർത്താവും പിള്ളേരുമായിട്ട് അവിടെ നിന്ന് പുറപ്പെടും. കുറച്ചേരം കഴിയുമ്പോൾ നല്ല കാറ്റ് വീശും. കൂടെ നല്ല മഴയും പെയ്യാൻ തുടങ്ങി. മഴയത്ത് നനഞ്ഞ് അവരൊരു കാട്ടിലെത്തിപ്പെടും.
അവിടെ അവർക്കൊരു ഗുഹ കാണും. അവരതിൽ താമസിക്കാൻ തുടങ്ങി. പുറത്ത് നല്ല മഴയും വയറ്റിൽ നല്ല വിശപ്പും. എങ്ങനെയൊക്കെ അവര് കിടന്നങ്ങ് ഉറങ്ങും. അടുത്ത ദിവസം രാവിലെ മഴയങ്ങ് നിൽക്കും. അമ്മ വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ തരുവോ? ഇറങ്ങുന്ന സമയം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിരുന്നു, അത് വെച്ച് ഞാൻ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാം. ശരി മാധുരി, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കട്ടെ. വൈകുന്നേരം ആവുമ്പോ ഗണേഷ് വെറും കൈയോടെ വരും. ഒരിടത്തും ജോലി കിട്ടിയില്ല മാധുരി. എനിക്കാണെ ഒരു പിടിയില്ല എന്ത് ചെയ്യും നിങ്ങളുടെ കാര്യത്തിലെന്ന്. നമുക്ക് രണ്ടുപേർക്കും എത്ര സമയം വേണം വിശന്നിരിക്കാൻ പറ്റും. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. മാധുരി കഴുത്തിൽ അണിഞ്ഞിരുന്ന വെള്ളിമാല ഗണേഷിന് കൊടുക്കും. ഇത് വിറ്റിട്ട് ഗോതമ്പ് പൊടി മേടിക്ക്. പക്ഷെ മാധുരി, ഇത് നിന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നീ സൂക്ഷിച്ചതല്ലേ? അത് ശരിയാ, പക്ഷെ ഒരു അമ്മ തന്നെയല്ലേ മക്കൾക്ക് വേണ്ടി വിൽക്കുന്നത്. കൂടുതൽ ആലോചിക്കേണ്ട, പോയിട്ട് വാ. ഗണേഷ് പോയിട്ട് ഗോതമ്പ് പൊടിയും സാധനങ്ങളും വാങ്ങിവരും. മാധുരി കൃഷിഭൂമിയുടെ അടുത്ത് പോകും. എന്നിട്ട് അവിടുത്തെ പൊട്ടിയ പച്ചപ്പട്ടാണി കയ്യിൽ എടുത്തുകൊണ്ടങ്ങ് പോരും. എന്നിട്ടതിനെ അവള് എണ്ണയിലിട്ട് വറക്കും. കുറച്ച് മസാല ഉണ്ടാക്കി അതിലേക്ക് ഈ വറുത്ത പച്ചപ്പട്ടാണി ഇടും. കുറച്ച് നിമിഷങ്ങൾക്കകം നല്ല ഒരു പച്ചപ്പട്ടാണി കറി റെഡിയാവും. എന്നിട്ട് എല്ലാവർക്കും വിളമ്പിക്കൊടുക്കും. എന്നിട്ട് ആദ്യത്തെ എല്ലാരും കഴിക്കുമ്പോ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം വിട്ടു നോക്കും. എന്തു പറ്റി? കറിക്ക് വല്ല പ്രശ്നമുണ്ടോ? അമ്മ, നല്ലതല്ല, അടിപൊളിയായിട്ടുണ്ട്. സത്യം പറയല്ലോ മാധുരി, ഇത്രയും രുചിയുള്ള കറി ഞാൻ കഴിച്ചിട്ടില്ല. ആരും തന്നെ ഈ കറി കഴിച്ചിട്ടുണ്ടാവില്ല. നീ ഇത് എവിടുന്ന പഠിച്ചത്? ആ സത്യം പറയാലോ, ഞാൻ പഠിച്ചിട്ടില്ല. ഇന്നലെ നമ്മുടെ കൃഷിഭൂമിയുടെ അവിടെ പോയപ്പോ പച്ചപ്പട്ടാണി എടുത്തോണ്ട് വന്ന് അതിനെ ഞാൻ വെയിലത്തുണക്കി അതിനെ വറുത്തെടുത്തു. സത്യം പറഞ്ഞ നന്നായിട്ടുണ്ട് കറി. ഇതിനെ നീ നല്ല കച്ചവടമാക്കി മാറ്റിയാൽ എനിക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം. സത്യാണോ? എന്നാ ആലോചിക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് തുടങ്ങിയാലോ? പച്ചക്കറി ഇപ്പോഴും ഉണ്ട്, നമുക്ക് പൂരിയും കൂടെ ഉണ്ടാക്കിയാലോ? നിങ്ങൾ ചട്ടിയിൽ കറിയും പാത്രത്തിൽ പൂരിയാക്ക്, ഞാൻ ഇല കൊണ്ടുള്ള പ്ലേറ്റും ഡബറയൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അതിൽ കൊടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരുമിച്ച് പോയി ചെയ്യാം. എല്ലാ ഒരുക്കങ്ങൾക്ക് ശേഷം അവര് ചന്തയിലോട്ട് പോയി. പൂരിയും വറുത്തെടുത്ത പച്ച പട്ടാണി കറിയുണ്ട്. വറുത്തെടുത്ത പച്ചപ്പട്ടാണി കറിയോ? ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നേ. അല്ല ചേട്ടാ, എത്ര ഒരു പ്ലേറ്റിന്? അത് 30 രൂപയാണ്. എന്നാ പറഞ്ഞതാ. മാധുരി ഒരു പ്ലേറ്റിൽ എല്ലാം വിളമ്പി അങ്ങേർക്ക് കൊടുക്കും. മാധുരി വറുത്തെടുത്ത പച്ചപ്പട്ടാണിക്കറി ശരിക്കും ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് പേരത് ഡിമാൻഡ് ചെയ്തു വന്നു. എന്നാ രുചിയാ ചേട്ടാ ഇതിന്. നാളെ അമ്പലത്തിൽ അന്നദാനം ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കറി നിങ്ങൾ നാളെ അവിടെ പൂരിയുടെ കൂടെ കൊടുക്കണം. അഡ്വാൻസ് ആയിട്ട് ഇന്നാ പിടിച്ചോ, 30,000 രൂപ. ആദ്യ ദിവസം തന്നെ നല്ല ഓർഡർ കിട്ടി. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. അടുത്ത ദിവസം അന്നദാനത്തിന് വേണ്ടി അതേ കറിയും പൂരിയും അവൾ ഉണ്ടാക്കി. അന്നദാനത്തിലും വറുത്തെടുത്ത പച്ചപ്പട്ടാണി കറിയും പൂരിയും എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ അവര് സ്വന്തമായി ഒരു ഉന്തുവണ്ടിയൊക്കെ വാങ്ങിച്ച് തട്ടുകട തന്നെ ഇട്ടു. അങ്ങനെ അവർക്ക് എന്നും നല്ല നല്ല ഓർഡർ വരാൻ തുടങ്ങി. അതിൽ നിന്നും അവർക്ക് ഒരുപാട് വരുമാനം വന്നു തുടങ്ങി. അതുകൂടാണ്ട് ഗണേശ് കൃഷിഭൂമിയിൽ പച്ചപ്പട്ടാണി വീണ്ടും കൃഷി ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് വറുത്തെടുത്ത പച്ചപ്പട്ടാണിക്കറി എന്നും ഉണ്ടാക്കി. അതിൽ നിന്നും നല്ല ലാഭം കിട്ടി. അവർക്കിപ്പോ എല്ലാം ഉണ്ട്. സ്വന്തമായി ഒരു വീട്, പിങ്കിക്ക് ബാഗ്, മോനുവിന് പുതിയ ബാറ്റ്, പിന്നെ എല്ലാവർക്കും ഓരോരോ കൊടയും. ഭർത്താവിന്റെ മരണശേഷം സുധയും അവളുടെ മകൾ പ്രിയയും തന്റെ ഭർത്താവിന്റെ അനിയനും ഭാര്യയോടൊപ്പം എങ്ങനെയോ ജീവിച്ചു. സുധയുടെ അനിയൻ പീയൂഷ് നല്ലവനായിരുന്നു. എന്നാൽ അവന്റെ ഭാര്യ മോശപ്പെട്ടവളായിരുന്നു. അവൾ ദുഷിച്ച കണ്ണുകൊണ്ടേ നോക്കൂ. നീ എന്തിനാ രാവിലെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്? കഴിക്കാൻ നിന്റെ ചത്തുപോയ ഭർത്താവ് ഉണ്ടാക്കി തരുമോ? അനിയത്തി, ഞാനിപ്പോൾ ഭക്ഷണമെല്ലാം ഉണ്ടാക്കാം. മരിച്ചുപോയ ആളെ ഇങ്ങനെ കുറ്റം പറയരുത്. അനിയൻ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഭക്ഷണം റെഡിയാക്കാം. ഭക്ഷണമുണ്ടാക്കാമെന്ന് നീ ജോലി ചെയ്യുന്നതിൽ കള്ളത്തരം കാണിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ആകരുത്. വേഗം പോയി ഭക്ഷണമുണ്ടാക്കി വെക്ക്. പാവം ചേട്ടത്തി ഭക്ഷണമുണ്ടാക്കാൻ വേണ്ടി പോയി. അവളുടെ അനിയത്തിയോ എന്നും ജോലി അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും. കാലങ്ങൾ കടന്നു. സുധയും എല്ലാ ജോലികളും ചെയ്ത് 8 വയസ്സുള്ള മകളെ കൊണ്ടും ചെയ്യിപ്പിച്ചു. ഒരിക്കൽ സുധ ഒരുപാട് ജോലി ചെയ്തതിൽ നല്ല ക്ഷീണിതയായിരുന്നു. അതുകൊണ്ട് അവളുടെ ആരോഗ്യനില മോശമായിരുന്നു. അവൾക്കെന്തോ അസുഖവും പിടിപെട്ടു. അന്നവൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയില്ല. ഇത് കണ്ട് അനിയത്തി ദേഷ്യത്തോടെ വന്നു. ഇതെന്താ ഈ കാണുന്നത്? സമയം 9 മണിയായി. ഇപ്പോഴും കിടന്നുറങ്ങുവാണോ? ഇന്നെന്താ ജോലിയൊന്നും ചെയ്യാൻ ഉദ്ദേശമില്ലേ? അങ്കിതേ, ഇന്നെനിക്കെന്തോ വയ്യാഴിക തോന്നുന്നു. തലയിൽ നല്ല വേദന. ഇന്നെനിക്ക് ജോലി ചെയ്യാനൊന്നും വയ്യ. ഇത് കേട്ട് അനിയത്തി ദേഷ്യത്തോടെ പറഞ്ഞു. അത് നല്ല കൂത്തായി. വെട്ടി വിഴുങ്ങാൻ നിനക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ.
എന്നാൽ ജോലി ചെയ്യാൻ നിനക്കും അവൾക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്നും ഒരു തരി റൊട്ടി പോലും കിട്ടില്ല കേട്ടോ. നിങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് അമ്മയും മോളും ഇറങ്ങിക്കോ. അങ്കിത അവരുടെ സാധനമെല്ലാം എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു. അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇങ്ങനെയൊന്നും ചെയ്യല്ലേ അനിയത്തി. എന്റെ മോളെ കുറിച്ചൊന്ന് ചിന്തിക്ക്. ഇവളെയും കൊണ്ട് ഞാൻ എവിടേക്ക് പോകും? എനിക്ക് ഇതുവരെ എന്ത് ജോലി തന്നോ അതിനേക്കാൾ കൂടുതൽ തരൂ. 2 നേരത്തെ റൊട്ടിയും തന്നാൽ മതി. അതെയോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? വേണ്ടാന്ന് പറഞ്ഞില്ലേ, എന്ത് ചെയ്യുവാ ഇവിടെ? പൊയ്ക്കോ, പോയി ഭിക്ഷയെടുത്ത് തിന്നെ. സുധ മകളോടൊപ്പം വീട് വിട്ട് പുറത്തേക്കിറങ്ങി. അസുഖം കൊണ്ട് വയ്യാതിരുന്നിട്ടും അവൾ തന്റെ മകളോടൊപ്പം നടന്നു തന്നെ പോയി. എന്നാൽ കുറച്ചു ദൂരം നടന്നുപോയി അവളുടെ അസുഖം വീണ്ടും രൂക്ഷമായി. അവൾ അവിടെ മയങ്ങി വീഴുകയും ചെയ്തു. വെള്ളം, വെള്ളം. അമ്മേ, അമ്മ ഇവിടെ ഇരിക്കെ, ഞാൻ വെള്ളം കൊണ്ടുവരാം. പ്രിയ ഓടി അടുത്തുള്ള നദിയിലേക്ക് പോയി. അവൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളവും എടുത്തു. എന്നാൽ അവൾ തിരിച്ചു വന്നപ്പോൾ സുധ അവിടെ ഇല്ലായിരുന്നു. അമ്മേ, അമ്മ എവിടെയാ പോയത്? അമ്മേ, അമ്മയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? പ്രിയ ഉറക്കെ ഉറക്കെ കരഞ്ഞു. അവൾ അടുത്തുള്ള ആൾക്കാരോട് അമ്മയെക്കുറിച്ച് ചോദിച്ചു. സാർ എന്റെ അമ്മയെ കണ്ടിരുന്നോ? ഞാനെന്താ നിന്റെ അമ്മയെ ജോലിക്കെടുത്തോ നോക്കിക്കൊണ്ടിരിക്കാൻ? മനുഷ്യനെ ചൂടാക്കാതെ ഇവിടെ നിന്ന് പോ. പ്രിയ കരഞ്ഞുകൊണ്ട് തന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവൾ ആരുടെ കൂടെ ഓടിപ്പോയെന്നാ. എന്തിനാ ഇങ്ങനെ പറയുന്നത്? എന്തു പറ്റിയെന്ന് നമുക്കറിയില്ലല്ലോ. പ്രിയമോൾ ഇനി ഇവിടെ നിൽക്കട്ടെ എന്നേ. ഞാനവളെ കയറ്റില്ല. ഇവളുടെ അമ്മ ആരുടെ കൂടെ ഓടിപ്പോയതിന് ഞാൻ നോക്കണോ? ഇല്ല. എടീ, നിനക്ക് അറിയാൻ പാടില്ലാത്തതാണ്. ഇവിടെ നിൽക്കട്ടെ. 2 ഉണക്ക റൊട്ടി കൊടുത്തിട്ട് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യിപ്പിച്ചുകൂടെ? ഇത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. അവൾ പ്രിയയെ കൊണ്ട് രാവും പകലും പണിയെടുപ്പിച്ചു. എന്നിട്ട് അവളുടെ മകൾ കഴിച്ചതിന്റെ ബാക്കിയും കൊടുത്തു. ഞാൻ ഈ എച്ചിൽ ഭക്ഷണം കഴിക്കില്ല. ഒരുപാട് കളിച്ചാൽ ഇതുപോലും കിട്ടില്ല കേട്ടല്ലോ. നിനക്കിവിടെ കഴിയണമെങ്കിൽ ഈ എച്ചിൽ ഭക്ഷണം കഴിച്ചേ പറ്റൂ. അവൾ ആ എച്ചിൽ ഭക്ഷണത്തിലേക്ക് നോക്കി. നല്ല വിശപ്പുള്ളതുകൊണ്ട് അവൾ ആ ഭക്ഷണവും കഴിച്ചു. ഒരിക്കൽ അവളുടെ മകൻ അൻകുഷ് അവളോട് സംസാരിച്ചു. അമ്മേ, എനിക്ക് മാക്രോണി വേണം. എന്റെ സ്കൂളിന്റെ കുറച്ചപ്പുറത്തായി ഒരു കടയുണ്ട്. അവിടുത്തെ മാക്രോണി കൊള്ളാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛനോട് നമ്മളെ കൊണ്ടുപോകാൻ പറ. അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്നാ കേട്ടത് മാക്രോണി കഴിക്കാൻ. ആണോ? എന്നാൽ നിന്റെ അച്ഛനോട് ഞാൻ വിളിച്ചു പറയാം. അച്ഛൻ ജോലി കഴിഞ്ഞ് വേഗം വീട്ടിൽ വരും. നമുക്ക് ഒരുമിച്ച് പോകാം. അങ്കിത ഭർത്താവിനെ ഫോണിൽ വിളിച്ചു. മാക്രോണി എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. ശരി, ഞാൻ വൈകുന്നേരം വേഗം വീട്ടിൽ വരാം. എന്നിട്ട് നമുക്ക് കടയിൽ പോകാം. വൈകുന്നേരം എല്ലാവരും ആ കടയിലേക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു. അപ്പോൾ പ്രിയ പറഞ്ഞു. കൊച്ചിച്ച, എനിക്കും മാക്രോണി കഴിക്കണമെന്നുണ്ട്. എനിക്കും വാങ്ങിത്തരുമോ? പിന്നെ നിനക്കിപ്പോൾ മാക്രോണി തിന്നില്ലെങ്കിൽ പറ്റില്ലല്ലോ. എന്തിനാ അങ്കിത ദേഷ്യപ്പെടുന്നത്? കൊണ്ടുപോകാം. അവളും കുട്ടിയല്ലേ, അവൾക്കും കൊതി കാണും. അവരെല്ലാവരും മാക്രോണി കഴിക്കാനായി ആ കടയിലേക്ക് പോയി. അവിടെ നല്ല തിരക്കുമുണ്ട്. എന്റെ ദൈവമേ, ഇത്രയും വലിയ ലൈനോ? നമുക്ക് രാത്രിയെ നമ്പർ കിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഇന്ന് വേറെ എന്തെങ്കിലും കഴിക്കാം. നമുക്കിവിടെ വേറൊരു ദിവസം വരാം. അവർ തിരിച്ചു പോകാൻ ഒരുങ്ങി. അപ്പോൾ കുറച്ചുപേർ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്ത് രുചിയായി ഈ മാക്രോണിക്ക്! ഇത്രയും നല്ല മാക്രോണി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് അവളുടെ ചെവിയിലും വീണു. സത്യത്തിൽ ഇവിടത്തെ മാക്രോണി നല്ലതാണോ? നമുക്കെന്നാൽ കഴിച്ചിട്ട് പോയാൽ മതി. കുറച്ചുനേരം കാത്തിരുന്നാൽ എന്താ, കുഴപ്പമൊന്നുമില്ല. അവരും കടയുടെ മുൻപിൽ നമ്പർ കിട്ടാനായി കാത്തുനിന്നു. എപ്പോൾ അവരുടെ നമ്പർ വന്നോ, കടയിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടവർ ഞെട്ടിത്തെരിച്ചുപോയി. അത് വേറെ ആരുമില്ല, സുധയായിരുന്നു. സുധയെ കണ്ട് പ്രിയ ഓടിപ്പോയി അമ്മയുടെ അടുത്തേക്ക് പോയി. അവളെ കെട്ടിപ്പിടിച്ചു. അമ്മേ, അമ്മ ജീവനോടെ ഉണ്ടോ? അമ്മ എങ്ങനെ ഇവിടെ? അമ്മ അന്ന് മയങ്ങി വീണില്ലായിരുന്നോ? എന്നിട്ട് എവിടെ പോയിരുന്നു? അമ്മയെ ഞാൻ എന്തോരം അന്വേഷിച്ചു. എന്നാൽ അമ്മയെ കണ്ടെത്താൻ പറ്റിയില്ല. മോളെ, അന്ന് എനിക്ക് തീരെ വയ്യാതെ ഞാനന്ന് കിടന്നിരുന്നപ്പോൾ എന്നെ ആരെങ്കിലും രക്ഷിക്കൂ. എന്റെ മോള് അനാഥയാകരുത്. അവിടെ അപ്പോൾ ഒരു വൃദ്ധൻ കടയുമായി വന്നു. അയ്യോ മോളെ, നിന്റെ ആരോഗ്യനില വളരെ മോശമാണ്. എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് മരുന്ന് വല്ലതും തരാം. എന്നാൽ എനിക്ക് ഒന്നും പറയാൻ ബോധമില്ലായിരുന്നു. ഇദ്ദേഹം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇദ്ദേഹത്തിന് മക്കളാരുമില്ല. അതുകൊണ്ട് ഇദ്ദേഹം എന്നെയും കൂടെ കൂട്ടി. അതോടുകൂടി ഈ മാക്രോണി ഉണ്ടാക്കാനും എന്നെ പഠിപ്പിച്ചു. ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചു. എന്നാൽ നിന്നെയും കാണാൻ പറ്റിയില്ല മോളെ. ഞാൻ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നമ്മേ. അവിടേക്ക് പോകില്ല എന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കാത്തത്. ആ, നീ വന്നല്ലോ. ഇനി അമ്മയുടെ കൂടെ കഴിഞ്ഞാൽ മതി. വേണ്ട ചേച്ചി, രണ്ടുപേരും എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരൂ. ഈ വൃദ്ധനെ വിട്ടേക്കൂ. നമുക്ക് സ്വന്തമായി റെസ്റ്റോറന്റ് തുടങ്ങാം. അവിടെ മാക്രോണി ഉണ്ടാക്കി വിൽക്കാം.
നമുക്ക് പണവും ഉണ്ടാക്കാമെന്നേ. ഇല്ല, ഞാൻ ഇദ്ദേഹത്തെ വിട്ടിട്ട് വരില്ല. ആര് കാരണമാണോ ഞാൻ ഇത്രയും പണമുണ്ടാക്കിയത് അദ്ദേഹത്തെ വിട്ടിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. ഒരിക്കലുമില്ല. എന്റെ കടയിൽ വന്നതല്ലേ, ഞാനുണ്ടാക്കിയ മാക്രോണി കഴിച്ചിട്ട് പോ. എന്നാൽ എന്നെ കൂടെ കൂട്ടാമെന്നുള്ള കാര്യം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അങ്കിത കണ്ടു എങ്ങനെയാണ് തന്റെ ചേട്ടത്തി ഇത്രയും ടേസ്റ്റിയായ മാക്രോണി ഉണ്ടാക്കി പൈസയുണ്ടാക്കുന്നതെന്ന്. അവൾ ചെയ്തതിൽ അവൾക്ക് പശ്ചാത്താപം തോന്നി. എന്നാൽ നിസ്സഹായാണ്. അമ്മയും മകളും അന്നുമുതൽ ആ വൃദ്ധനോടൊപ്പം സന്തോഷമായി ജീവിച്ചു. Thanks for watching.